സുജ നമസ്കാരം. നമസ്കാരം. ഒരു കാലത്ത് ഇന്ത്യക്ക് യാതൊരുവിധ ഹോൾഡും ഇല്ലാത്ത ഒരു കോണ്ടിനെന്റ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം ഈ ആ, സൗത്ത് അമേരിക്ക, അതിൽ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ. ഇവിടെ നമുക്ക് ഒരു കാലത്ത് വലിയ ഹോൾഡുകൾ അവിടെ ഇല്ലായിരുന്നു. ചൈന അവിടെ കയറി സ്വാധീനം ഉറപ്പിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനായി സാധിക്കുന്നുണ്ടായിരുന്നു. ഇപ്പൊ 2014 നരേന്ദ്രമോദി വന്ന ശേഷം US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ടുള്ള വ്യാപാര യുദ്ധവും ഈ പശ്ചിമേഷ്യൻ സംഘർഷവും നമ്മുടെ ഇന്ത്യയുടെ വിപണിയെ വൈവിധ്യവൽക്കരിക്കാനുള്ള ഒരു ഫ്യൂവല് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതായത് ഈ കാര്യങ്ങൾ ഇങ്ങനെ നിന്നാ പറ്റില്ല, ഒരു സോഴ്സിനെ മാത്രം ആശ്രയിച്ച്, അതിപ്പോ എണ്ണ ആയിരുന്നാലും പിണ്ണാക്കായിരുന്നാലും എന്തായിരുന്നാലും ശരി തന്നെ നമ്മളിത് വൈവിധ്യവൽക്കരിക്കണം എന്നുള്ളത്. അപ്പോൾ ഈ ചൈന കൈയടക്കിയ ഈ ലാറ്റിൻ അമേരിക്കൻ ഈ കൺട്രീസിന്റെ മാർക്കറ്റ് പതുക്കെ പതുക്കെ അതിലേക്ക് ഇന്ത്യ ഇടിച്ചു കയറുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ചൈനയെ സമ്പൂർണ്ണമായിട്ട് അവിടെ നിന്ന് തുടച്ചു നീക്കാൻ പോലും ഇന്ത്യ ശ്രമിക്കുന്നു എന്നാണ് പാശ്ചാത്യ മാധ്യമങ്ങൾ ഇതിനെ പറയുന്നത്. ചിലെ, ബ്രസീൽ, അർജന്റീന, യുറുഗ്വായ്, പാരഗ്വായ് എന്നിവയുള്ള രാജ്യങ്ങൾ, ഇവരുമായിട്ടുള്ള വ്യാപാര ബന്ധം ഇന്ത്യക്ക് ഇപ്പോൾ ശക്തമായി കൊണ്ടിരിക്കുകയാണ് വീശട്ട. ചിലെയുമായി നിലവിൽ ഇന്ത്യക്ക് 2006 തുടങ്ങിയ മുൻഗണനാ വ്യാപാര കരാറുണ്ട്. ഇത് UAE ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുമായി ഒപ്പുവെച്ചതിന് സമാനമായിട്ടുള്ള സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാറായി ഉയർത്താനാണ് നിലവിലത്തെ നീക്കം. സെപ്പ എന്നാണ് അതിനെ പറയുന്നത്. ഈ ക്രിട്ടിക്കൽ മിനറൽ എന്ന് പറഞ്ഞൊരു സാധനമുണ്ട് ചിലയിൽ, അത് ഭയങ്കരമായിട്ട് കൂടുതലാണ്. അപൂർവ ധാതുക്കൾ, അത് ഇന്ത്യ നോട്ടമെടുക്കുന്നുണ്ട് ആ സാധനം. പിന്നെ അർജന്റീന, ബ്രസീൽ എന്നിവ ഉൾപ്പെടെയുള്ള മെർക്കോസൂർ കൂട്ടായ്മ, ഇവർ മുൻഗണനാ വ്യാപാര കരാറുണ്ട് ഇവരുമായിട്ട്. ഇത് വിപുലമാക്കാൻ ഇന്ത്യ നിലവിൽ ശ്രമിക്കുകയാണ്. പിന്നെ പാരഗ്വായ്, യുറുഗ്വായ് എന്നിവയുമായി കൂട്ടായ്മ, ഇതാണ് ഈ കൂട്ടായ്മയിലെ മറ്റ് രാജ്യങ്ങൾ. നിലവിലെ PTA പ്രകാരം ഈ രാജ്യങ്ങൾക്ക് ഇന്ത്യയിലും ഇന്ത്യക്ക് ഈ രാജ്യങ്ങളിലും പരിമിതമായിട്ടുള്ള വിപണി പ്രവേശനം മാത്രമാണുള്ളത്. തീരുവ ഇളവുള്ള ഉൽപ്പന്നങ്ങളുടെ എണ്ണവും കുറവാണ്. ഇതിൽ മാറ്റം വരുത്തി വ്യാപാര ബന്ധം ശക്തമാക്കാനാണ് ഇന്ത്യയുടെ നീക്കം. പിന്നെ അർജന്റീനയിലും ബ്രസീലിലും പ്രവാസി ഇന്ത്യക്കാരും ഇന്ത്യൻ വംശജരും ഒട്ടേറെ ഉണ്ട് എന്നുള്ളത് ഇന്ത്യക്ക് വലിയ രീതിയിലുള്ള ഒരു മേൽക്കൈയാണ് എന്നാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. 2025-26 25.5% ഉയർന്ന് $5.96 ബില്യൺ അർജന്റീന ഇന്ത്യ ഉഭയകക്ഷി വ്യാപാരം എത്തി. ഇന്ത്യയുടെ കയറ്റുമതി 1.01 ബില്യൺ ആണ് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. അപ്പോൾ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ മാർക്കറ്റുകളിലേക്ക് ഇടിച്ചു കയറിക്കൊണ്ടിരിക്കുകയാണ്. ചൈന പതിയെ പതിയെ പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണിത് അർത്ഥമാക്കുന്നത്? ഇത് ലാറ്റിൻ അമേരിക്കയിൽ നമ്മൾ കയറുമ്പോൾ അമേരിക്കയ്ക്ക് ഒരു വലിയ തിരിച്ചടി കൂടിയാണ് അത് എന്ന് നമ്മൾ വിലയിരുത്തേണ്ടി വരില്ലേ? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ കരുതണം. ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ സ്നേഹിക്കുന്ന ഒരു വിഭാഗം നമ്മുടെ രാജ്യത്തുണ്ട്. സഖാക്കളുടെ രാജ്യങ്ങളാണ് ഈ പറയുന്നതൊക്കെ. ചിലി ആയാലും അർജന്റീന ആയാലും ബ്രസീൽ ആയാലും ഒക്കെ. അപ്പോ ഈ രാജ്യങ്ങള് നിന്ന് ഇത് എപ്പോഴാണ് ചില കാര്യങ്ങൾ ചിലത് സംഭവിക്കുമ്പോൾ അത് നല്ലതിനാണ് നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. ചിലപ്പോൾ നമുക്കൊരു വിഷമകരമായ ഒരു സംഭവിക്കുമ്പോൾ പലപ്പോഴും നമ്മുടെ ആളുകൾ പറയും, ചില മുതിർന്നവരൊക്കെ പറയും നല്ലതിനായിരിക്കും എന്ന് പറയും. അത് അക്ഷരാർത്ഥത്തിൽ ശരിയാണെന്ന് തന്നെയാണ് ഇപ്പൊ തോന്നുന്നത്. കാരണം ഈ രാജ്യങ്ങളുമായിട്ട് നമുക്ക് ബന്ധം ഇത്ര സ്പീഡിലേക്ക് സ്ഥാപിച്ച് ഇത്രയും ഒരു നീക്കത്തിലേക്ക് നടത്താൻ ഇടയാക്കിയ സംഭവം എന്താണെന്ന് ചോദിച്ചാൽ, ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ് അദ്ദേഹം നടത്തിയ താരിഫ് യുദ്ധമാണ്. താരിഫ് യുദ്ധം മൂലം നമ്മളുടെ ഏറ്റവും വലിയ വ്യാപാരി പങ്കാളിയായിരുന്നു അമേരിക്ക. ആ സമയത്തേക്ക് താരിഫ് യുദ്ധം പ്രഖ്യാപിക്കുകയും നമുക്ക് ഭീമമായ താരിഫ് അടിച്ചു തരികയും ചെയ്തു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ചൈനയുമായി കൂടുതൽ അടുക്കുന്നു, റഷ്യയിലേക്ക് നമ്മൾ കൂടുതൽ വിപണി സാധ്യത തുറക്കുന്നു. ഇന്നലെ ഞാൻ രസകരമായ ഒരു വാർത്ത കാണുകയുണ്ടായി. ഈ മഹാരാഷ്ട്രയിലെ നവി മുംബൈയിലെ റഷ്യൻ മാർക്കറ്റ്, മെയ്ഡ് ഇൻ റഷ്യ എന്നാണ് ആ മാർക്കറ്റിന്റെ പേര്, അവരത് ഓപ്പൺ ചെയ്തിരിക്കുന്നു. ഇന്ത്യ മുഴുവൻ ഓപ്പൺ ചെയ്യാനുള്ള തീരുമാനമാണ്. അവിടെ എല്ലാം കിട്ടും. അവരുടെ ലിക്കർ കിട്ടും, ഡ്രസ്സ് കിട്ടും, കമ്പിളിത്തരങ്ങൾ കിട്ടും, എല്ലാം വേണ്ടി. അതായത് കൂടുതൽ റഷ്യൻ ഐറ്റംസ് ഇന്ത്യക്കാർക്ക് പരിചയപ്പെടുത്തുക എന്ന ലക്ഷ്യമായിട്ടാണ്. അവരിപ്പോൾ ഓൾറെഡി 54 എണ്ണം തുറക്കാൻ പോവുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് നവി മുംബൈ തുറന്നത്. അപ്പൊ അത്രത്തോളമൊക്കെ അതിനുശേഷം നരേന്ദ്രമോദി ഓടി നടന്ന് വിവിധ രാജ്യങ്ങൾ, ആ സമയത്ത് തന്നെയാണ് അദ്ദേഹം ഈ ബ്രസീലും അർജന്റീനയും ചിലിയും ഒക്കെ സന്ദർശിച്ചത്. നമുക്കറിയാം അവിടെ അദ്ദേഹം പോയതും ഈ റെയർ മെറ്റൽസിന് വേണ്ടിയിട്ടുള്ള ഒരു കരാറുകളിലും മറ്റുമൊക്കെ ഒപ്പുവെക്കുന്നത് നമ്മൾ കണ്ടതാണ്. അതിനുശേഷം അദ്ദേഹം നടത്തിയത് UK അടക്കമുള്ളിടത്ത് ഫ്രീ ട്രേഡിംഗ് കരാറിലേക്ക് പോകുന്നു. യൂറോപ്യൻ യൂണിയനുമായിട്ട് കരാർ അതിന്റെ അവസാന ഘട്ടത്തിലേക്കാണ്. അങ്ങനെ പല രാജ്യങ്ങളുമായിട്ട് അതായത് നമുക്ക് അമേരിക്കയുടെ വിപണിയിൽ നമ്മൾ എന്തൊക്കെയായിരുന്നു എത്തിച്ചത്, ആ സാധനങ്ങൾ നമ്മൾ മറ്റ് വിപണിയിലേക്ക് പതുക്കെ ഡൈവേർട്ട് ചെയ്ത് വിടുക എന്നുള്ളതായിരുന്നു അതിന് ധൃതി പിടിച്ചൊരു നീക്കം. അതിന്റെ ഭാഗമായിട്ട് ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളുമായിട്ട് നമ്മൾ നടത്തിയ ദീർഘകാലത്തെ നയതന്ത്ര നീക്കവും മറ്റും ആണ് ഇപ്പോൾ അത് ഫലത്തിലേക്ക് വരുന്നു എന്നുള്ളത്. പിന്നെ ഇവിടെ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ചൈനയെ പതുക്കെ ഇവരെല്ലാം കൈ ഒഴിയുകയാണ്. അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് പോയിന്റ് അതിൽ പറയുന്നത്, ചൈനയോടുള്ള വിശ്വാസം ഇവർക്ക് കുറയുന്നു.
അതായത് വളരെ കാലമായിട്ട് പല ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾക്കും പല രാജ്യങ്ങൾക്കും ചൈനയുടെ അത്ര ശരിയല്ല, അവർ ഞങ്ങളെ ചതിക്കുന്നു, ഇല്ലെങ്കിൽ അവർ ഞങ്ങളെ ചീറ്റ് ചെയ്യുന്നു. എന്തിനേറെ പറയുന്നു, ചൈനയുടെ ഒക്കെ ഈ ഫ്രിഡ്ജും മറ്റുള്ള ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളിൽ പോലും ചാരപ്രവർത്തനം നടത്താൻ ഉപയോഗിക്കുന്നു എന്നൊക്കെയാണ് അമേരിക്ക ഇടയ്ക്കിടയ്ക്ക് പറയുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലേക്ക് നിൽക്കുന്നു. പിന്നെ അവരുടെ ചീപ്പ് സാധനമാണ്, അപ്പോൾ ഇന്ത്യയുമായി കൂടുതൽ അടുക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് കാരണം എന്നുള്ള ഒരു ഘട്ടത്തിലേക്ക് അവർ നിൽക്കുന്നു. അപ്പം ഈ ചൈന പതുക്കെ പതുക്കെ ചൈനയുടെ പിടി അവിടെ അയയുകയാണ്. അങ്ങനെ ചൈനയെ പതുക്കെ 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 ഒരുപക്ഷെ ഇത് മനസ്സുകൊണ്ട് ട്രംപ് ആഗ്രഹിക്കുന്ന ഒരു കാര്യം കൂടിയാണ്. ട്രംപിന്റെ ഏറ്റവും വലിയ ആഗ്രഹം ചൈനയെ ഈ വിപണിയിൽ നിന്ന് പതുക്കെ പതുക്കെ പിന്നോട്ട് എടുപ്പിക്കുക എന്നുള്ളതാണ്. അവിടേക്ക് ഇന്ത്യ വരുന്നത് കൊണ്ട് ട്രംപിന് പ്രത്യക്ഷത്തിൽ ദേഷ്യം തോന്നുന്ന ഒരു കാര്യവുമില്ല. കാരണം ചൈനയെ പോലെ അല്ല ഇന്ത്യ, അത്ര എക്കണോമി നമുക്കില്ല, ചൈനയുടെ അത്ര എക്കണോമി നമുക്കില്ല, ചൈനയെ പോലെ വലിയ നിലയിൽ നിൽക്കുന്ന രാജ്യമല്ല. അമേരിക്ക കഴിഞ്ഞാൽ പിന്നെ ചൈന എന്നുള്ളതാണ്. ഇന്ത്യ ആ ഭാഗത്തേക്ക് എത്തിയിട്ടില്ല, അപ്പൊ പിന്നെ അത് അവർക്ക് ഭയക്കേണ്ട കാര്യമില്ല. പക്ഷെ ഭാവിയിൽ ഒരു പക്ഷേ ഇതിനെ മറികടക്കാനും മതി. ഇതൊരു വലിയ മൂവായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ചാൾ മുമ്പ് നമ്മൾ തന്നെ ചർച്ച ചെയ്ത വിഷയങ്ങളുണ്ടായിരുന്നു. ആഫ്രിക്കയിൽ ഖനയടക്കമുള്ളിടത്ത് അവിടെ പോവുകയും നമ്മൾ അവിടുത്തെ ഓയിൽ പൂളുകളൊക്കെ വിലക്കെടുക്കുകയും ചെയ്ത ഒരു ആഫ്രിക്കൻ വൻകരകളിലേക്ക് നമ്മൾ നോട്ടപ്പെടും. അതായത് ഒരു കാലത്ത് ചൈന എന്താണോ ഈ ലോകത്ത് നടത്തിക്കൊണ്ടിരുന്നത് ആ പണിയാണ് ഇപ്പോൾ ഇന്ത്യ നടത്തുന്നത്. ചൈന ഇന്ത്യ നമ്മൾ ആകെ ഒരു വ്യത്യാസം എന്തെന്ന് വെച്ചാൽ നമ്മളെ എല്ലാവർക്കും വിശ്വാസമാണ്, ചൈന ആർക്കും വിശ്വാസമില്ല. അതാണ് ചൈന ആദ്യം ലക്ഷ്യം വെച്ചിരുന്ന രാജ്യങ്ങൾ ആഫ്രിക്കൻ രാജ്യങ്ങളായിരുന്നു. ആഫ്രിക്കൻ ഉപഭൂഖണ്ഡത്തിൽ കടന്നു കൂടി ഉള്ള പോർട്ടും മറ്റുള്ളതും എല്ലാം അവർ കൈക്കലാക്കി മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നു. പക്ഷെ അപ്പോഴും ഇന്ത്യ ആ ഭാഗത്തേക്ക് എത്തിയിരുന്നില്ല. എന്തുകൊണ്ട് ഇന്ത്യ എത്തിയിരുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകേണ്ടത് കഴിഞ്ഞ 10-60 കൊല്ലം ഇവിടെ ഭരിച്ച കോൺഗ്രസ് സർക്കാർ തന്നെയാണ്. രണ്ടാമത്തെ കാര്യം, ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ നമ്മൾ തിരിഞ്ഞു നോക്കില്ലായിരുന്നു. ആകെ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളെ കുറിച്ച് ഈ രാജ്യത്ത് പറയുന്നത് സഖാക്കൾ മാത്രമായിരുന്നു. അപ്പോ അങ്ങനത്തെ ഒരു അവസ്ഥയിൽ നിന്നാണ് ഇപ്പോൾ നമ്മൾ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് പോകുന്നത്. പക്ഷെ ഇവിടുത്തെ ചില പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് രാജ്യങ്ങൾക്ക്, ഈ ബ്രസീലുമായിട്ട് നമ്മൾ നല്ലൊരു ബന്ധമാണ്, വ്യാപാര കരാർ നമ്മൾ ഒരുപക്ഷെ അതിന്റെ ഒരു രൂപരേഖ ഈ ബ്രിക്സ് ഉച്ചകോടിക്ക് അടുത്ത് തന്നെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. വ്യാപാര കരാർ കാരണം നമുക്കും അവർക്കും ഗുണപ്പെടുന്ന രീതിയിലാണ്. നമുക്ക് അവരിടയ്ക്ക് ക്രൂഡ് ഓയിൽ തന്നിരുന്നു, നമ്മളത് മുമ്പ് വാർത്ത ചെയ്തിരുന്നതാണ്. ക്രൂഡ് ഓയിൽ പ്രതിസന്ധി വന്നു കഴിഞ്ഞപ്പോൾ അവർ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്തു. പക്ഷെ ബ്രസീലിന്റെ ക്രൂഡ് ഓയിൽ ഇറക്കുമതി ചെയ്യുമ്പോൾ ഒരു ബുദ്ധിമുട്ട് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് നല്ല ചെലവ് വരുന്നുണ്ട്. അത് കൊണ്ടുവരുമ്പോൾ ഉണ്ടാകുന്ന ഒരു ചെലവ് വരുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറെ കാര്യങ്ങൾ ഇതിനകത്ത് സംഭവിക്കുന്നുണ്ട്. അപ്പൊ വിപണി കുറച്ചുകൂടെ തുറന്നു കൊടുക്കുക രണ്ടു കൂട്ടർക്കും കാരണം ഇന്ത്യക്കാർ കൂടുതലുള്ള സ്ഥലങ്ങളും കൂടെയാണ് ഇതൊക്കെ. അപ്പോ ഈ വിപണി തുറന്നു കൊടുത്തുകൊണ്ട് കൂടുതൽ സ്ഥാപനങ്ങൾ അവിടെ തുറന്നുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും എത്തിക്കാൻ പറ്റുന്ന ചരക്കുകളെ എത്തിക്കുക എന്നുള്ളത് തന്നെയാണ്. പഴവർഗ്ഗങ്ങളൊക്കെ ധാരാളം ബ്രസീലിന്റെ പഴങ്ങളും മറ്റുമൊക്കെയാണ് ഈ US-ലേക്ക് കയറിപ്പോകുന്നത്. അപ്പോൾ ഇതെല്ലാം ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രത്യേകിച്ച് ഈ റയർ മെറ്റൽസിന്റെ കാര്യങ്ങളായാലും മറ്റു ഉൽപ്പന്നങ്ങളുടെ കാര്യങ്ങളായാലും. അപ്പൊ അതിനൊക്കെ ഒരു വ്യക്തത വരുത്തിക്കൊണ്ട് ഒരു കരാർ ഒരുപക്ഷെ ഒരു ഫ്രീ ട്രേഡിംഗ് കരാറിലേക്ക് പോകുമോ എന്നറിയില്ല, എങ്കിലും ഒരു വ്യാപാര കരാർ തുടക്കമെന്ന നിലയിൽ ഒപ്പിടാനുള്ള സാധ്യതകൾ ഏറി നിൽക്കുകയാണ്. പ്രത്യേകിച്ച് ബ്രസീൽ ഈ ഉച്ചകോടിയിൽ വരുന്നത് തന്നെ ഇങ്ങനത്തെ ഒരു കരാർ ലക്ഷ്യമാക്കിക്കൊണ്ട് തന്നെയാണ്. കാരണം ബ്രസീലിനെ സംബന്ധിച്ച് വളരെ പരിതാപകരമായ അവസ്ഥയാണ്. കാരണം ഇടയ്ക്കിടയ്ക്ക് ഈ താരിഫ് യുദ്ധമൊക്കെ വരുന്നത് മൂലം അവർക്ക് വലിയൊരു പ്രതിസന്ധി രൂപപ്പെട്ടിരിക്കുന്ന സാഹചര്യം കൂടിയുണ്ട്. അപ്പം അങ്ങനെ നിൽക്കുന്നു. ഞാൻ പറഞ്ഞില്ല, എല്ലാം കൊണ്ടും ഈ ബ്രിക്സ് ഉച്ചകോടി ഒരു നിർണായക ഉച്ചകോടിയാണ്. അതിനു മുമ്പാണ് ഇന്ത്യ ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്ക് കടന്നു കയറുന്നു. ചൈന അവിടുന്ന് പതുക്കെ പതുക്കെ പിൻവാങ്ങേണ്ട ഒരു സ്ഥിതി. അതായത് ഇന്ത്യ കടന്നു കയറുന്നതുകൊണ്ട് മാത്രമല്ല ആ രാജ്യങ്ങൾക്ക് ചൈനയോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു തുടങ്ങുന്നു എന്നുള്ളത് കൊണ്ട് കൂടിയാണ്.